ന്റെയും ഓർമ്മയുമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു ഹദീസ് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇദാ ദക്കറല്ലാഹ ഖലസ എന്നാണ് ഹദീസ്. ഇദാ ദക്കറല്ലാഹ്, ഒരു മനുഷ്യന് അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ ഖലസ, അവൻ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ എപ്പോഴാണോ അല്ലാഹ് എന്ന് ഓർമ്മ വരുന്നത് ആ സമയത്ത് അവൻ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഓർമ്മകളിൽ വെച്ച് ഏറ്റവും വലിയ ഓർമ്മ അല്ലാഹ് എന്ന ഓർമ്മയാണ്. വിളികളിൽ വെച്ച് ഏറ്റവും വലിയ വിളി എന്റെ റബ്ബേ എന്നുള്ള വിളിയാണ്. യാ റബ്ബന എന്ന വിളി. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുആ ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കേണ്ടത്. ദുആ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കണം. നിസ്കാരത്തിന് ഇമാം എന്നിട്ട് നേരം വെളുക്കോളം തോരന്നുങ്ങാണ്ട് എല്ലാരും ഷീപ്പാക്കല്ല കേട്ടോ. ഒറ്റക്കുള്ള ദുആയാണ് ഞാൻ പറയണത്. നമ്മള് ആൾക്കാർ കാണുമ്പോൾ ദ്വാരക്കാൻ നമുക്ക് എല്ലാവർക്കും നേരമുണ്ട്. ഒറ്റക്കുള്ള ദുആ പലപ്പോഴും കുറവാണ് എന്നാണ്. കുറവാണ്. നമ്മൾ ദ്വാരക്കാണെങ്കിൽ തന്നെ വലിയ വലിയ കാര്യത്തിനൊക്കെ ദ്വാരക്കുള്ളൂ എന്നാണ്. മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങള് അള്ളാഹുവെ ക്യാൻസർ തരരുതേ, കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, മനുഷ്യന്റെ മുമ്പിൽ അയ്ബാക്കരുത്, വലിയ വലിയ കാര്യത്തിനെ നമ്മൾ ദ്വാരക്കുള്ളൂ. പനി തരരുത് എന്ന് നമ്മളാരും ഇതുവരെ ദ്വാരുന്നുണ്ടാവില്ല. കാരണം അതിന് പാരസിറ്റാമോള് മതിയെന്ന് നമുക്ക് എല്ലാവർക്കും കാണാപ്പാട് അറിയാന്നുള്ളതാണ്. ക്യാൻസർ വന്നാലേ നമുക്ക് അള്ളാനെ ആവശ്യമുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നത് ചെറിയ ചെറിയ കാര്യത്തിന് അവൻ ദ്വാരക്കാൻ തുടങ്ങുമ്പോഴാണ്. കഞ്ഞിയിൽ ഉപ്പ് കയറിയാല്, ചായയിൽ പഞ്ചസാര കയറിയാല്, കറിയില് മുളക് കയറിയാല്, പഠിച്ചോനെ എന്തിനാ അങ്ങനത്തെ ഭക്ഷണമൊക്കെ തന്നിട്ട് ഇജ്ജ് ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണത്, ഇനി മേലാക്കാൻ തരരുത് എന്ന് പറയാന്. അതാണ് ചെറിയ കാര്യങ്ങൾക്കുള്ള ദുആ എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ചെറിയ കാര്യത്തിന് ദുആ ചെയ്യാൻ പറ്റലില്ല. അത് നമ്മൾ വലിയൊരു പരാജയമാണ്. നമ്മൾ പലപ്പോഴും ദ്വാരന്നിട്ട് കൊയങ്ങലാണ് യഥാർത്ഥത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ദ്വാരന്നോളി ഞാൻ തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. തരാൻ പറ്റാത്ത ഒരാളാണ് പറഞ്ഞതെങ്കിലല്ലേ ആശങ്കപ്പെടേണ്ടുള്ളൂ. ദ്വാരക്കാൻ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എന്നാണ്. അവ്വലുഹാ തറസ്സുദുൽ അയ്യാമി കായൗമി ജുമഇൻ സയ്യിദുൽ അയ്യാമി. ഉണ്ണി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനത്തെ ബൈത്ത് രൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ഒരു മനുഷ്യന് ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ആദ്യമായി അവൻ ചെയ്യേണ്ടത് അവ്വലുഹാ തറസ്സുദുൽ അയ്യാമി, ദ്വാരക്കണ ദിവസം ഏതാണെന്ന് നോക്കണം. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 5 ദിവസത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കില്ല. വലിയൊരു നാളാണ്, ചെറിയൊരു നാളാണ്. റജബിന്റെ 1ാമത്തെ രാത്രിയാണ്, ഷാബാൻ 15ന്റെ രാത്രിയാണ്, അറഫാ ദിവസമാണ്. കായൗമി ജുമഇൻ സയ്യിദുൽ അയ്യാമി, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാത്രിയും ദുആക്ക് ഇജാബത്താണ്. വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേകമായ സമയമുണ്ടെന്നും ആ സമയത്ത് ദുആ ചെയ്യുന്നവർക്ക് ഇജാബത്ത് നൽകപ്പെടുന്നതുമാണ്. അത് 2 ഖുതുബകൾക്കിടയിൽ ഇമാം ഇരിക്കുന്ന സമയത്താണെന്ന് പ്രബലാഭിപ്രായമുണ്ട്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ളൊരു സമയമുണ്ട്. നമുക്കാർക്കും അടങ്ങേറില്ലാത്തവര് എല്ലാവരും അടങ്ങേറുള്ളവരാണ്. ഒരു മനുഷ്യന് ഒരടങ്ങേറ്, വേറൊരാൾക്ക് വേറൊരടങ്ങേറ്, അവനാന്റെ അടങ്ങേറ് ഏറ്റവും വലുത്. അങ്ങനെയാണ്. എല്ലാരും ബുദ്ധിമുട്ടുള്ളവരാണ്. കുട്ടികളെ കെട്ടിക്കാണ്ട്, ദണ്ണം മാറാണ്ട്, ആശുപത്രിയിലുണ്ട്, വാപ്പാക്ക് സുഖമില്ല, അമ്മാക്ക് സുഖമില്ല. ഒരു 3 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് 2 ഖുതുബക്കിടയിൽ ഇമാം ഇരിക്കുന്ന സമയത്തൊന്നും ദ്വാരനോക്കാണെങ്കിൽ നടക്കാതിരിക്കൂല. അള്ളാഹ് പറഞ്ഞതല്ലേ ഉത്തരം തരാമെന്ന്. നടക്കുമെന്ന ഉറപ്പോടുകൂടെ ദ്വാരക്കണം എന്നാണ്. ഒരുപാട് പ്രശ്നം ഞമ്മക്കുണ്ട്. അതൊക്കെ അള്ളാഹുവിനോട് പറയാനുള്ള അവസരമുണ്ട്. 2 ഖുതുബകൾക്കിടയിൽ ഇമാം ഇരിക്കുമ്പോൾ ഒരു ചെറിയ ദുആക്ക് നമുക്ക് സമയമുണ്ട്. ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ട സമയമാണ്. ഒരു ചെറിയ സ്വലാത്ത് ചെല്ലണം.
ഈമാൻ സ്ഥിരപ്പെടാൻ വേണ്ടി ഒരു ദുആ തുറക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് ദുആ ചെയ്യണം. കോമൺ ആയൊരു ദുആ ഉണ്ട്, എല്ലാം പറയണ ദുആ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത്രയായിട്ട് സമയത്തിനനുസരിച്ച് നമ്മളെ ഏറ്റവും മനസ്സിലരട്ടുന്ന പ്രശ്നം എന്നാണ് പറഞ്ഞു നോക്കാണി. 3 വെള്ളിയാഴ്ച, ഒരു വെള്ളിയാഴ്ച കൊണ്ട് തന്നെ നടക്കും, 3 വെള്ളിയാഴ്ച കൊണ്ട് എന്തായാലും നടക്കും. നമുക്ക് ദ്വാരക്കാൻ പലപ്പോഴും അവസരമില്ല എന്നുള്ളതാണ്, സമയമില്ല. വെള്ളിയാഴ്ച ദ്വാക്ക് ഇജാബത്തുണ്ട്. അവ്വലുഹാ തറസ്സുദുൽ അയ്യാമി കയൗമി ജുമഇൻ സയ്യിദുൽ അയ്യാമി. ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദ്വാക്ക് ഇജാബത്തുള്ള ദിവസം. ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദ്വാക്ക് ഇജാബത്തുള്ള ദിവസമാണ്. പിന്നൊരു ദിവസം ദ്വാക്ക് ഇജാബത്തുള്ളത് അറഫ ദിവസമാണ്. പിന്നെ ദ്വാക്ക് ഇജാബത്തുള്ളത് റമദാൻ മാസമാണ്. ഇതൊക്കെ ദ്വാക്ക് ഇജാബത്തുള്ള കാര്യങ്ങളാണ്. 10 പേരുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയൂല എന്നാ, ശ്രദ്ധിച്ചു നോക്കി. 10 ആൾക്കാരെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല. 10 ആളുകളുടെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ദുആഉ അശ്രിൻ ലം യുറദ്ദാ റബ്ബുനാ വഉദ്ദഹു ലാ ആലിമൻ ഫീ ദീനിനാ വസ്സാനി മൻ യതഅല്ലമുൽ ഇൽമ അഖീ സാലിസുഹാ മൻ ഹസുന ഖുലുഖുഹു അഖീ. ദുആക്ക് ഇജാബത്തുള്ള ഒന്നാമത്തെ ആൾ ആലിമാണ്. ആലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. വസ്സാനി മൻ യതഅല്ലമുൽ ഇൽമ അഖീ. രണ്ടാമത്തത് മുതഅല്ലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, ഇൽമ പഠിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. സാലിസുഹാ മൻ ഹസുന ഖുലുഖുഹു. മൂന്നാമത്തേത് സൽ സ്വഭാവമുള്ളവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. നാട്ടുകാർക്കൊക്കെ അഭിപ്രായമുണ്ട്, അബ്ദുറഹ്മാൻ നല്ല സ്വഭാവമുള്ള ആളാണ്, കുഞ്ഞാമ്പ് നല്ല സ്വഭാവമുള്ള ആളാണ്, മാമുട്ടർ സ്വഭാവം തിരക്കടില്ല, പോയിട്ട് ദ്വാരക്കാൻ പറഞ്ഞോളി, ഓൻ ദുആക്ക് ഇജാബത്തുള്ള ആളാ. ഒരു മനുഷ്യൻ സൽസ്വഭാവിയാണെന്ന് ആരാ വിലയിരുത്തേണ്ടത്? നാട്ടുകാർ തന്നെയാണ് വിലയിരുത്തേണ്ടത്. അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നാ, ഒരാൾ മരിച്ചതിന് ശേഷം നാട്ടുകാരൊക്കെ എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ എന്നാണ്. സ്വർഗം വാങ്ങാൻ കുറേ സർട്ടിഫിക്കറ്റ് വേണം. സ്വർഗത്തിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ കുറെ സർട്ടിഫിക്കറ്റ് ഒരുക്കണം എന്നാണ്. സ്വർഗത്തിനുള്ള ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റാണ്. രണ്ടാമത്തേത് ഭാര്യക്ക് ഭർത്താവിന്റെയും ഭർത്താവിന് ഭാര്യയുടേതുമാണ്. മൂന്നാമത്തേത് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റാണ്. ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് ഒഴിവാകൂല അവന്റെ അയൽവാസി അവന്റെ ഷെറിനെ തൊട്ട് നിർഭയനാകുന്നത് വരെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു മനുഷ്യൻ മൗത്തായതിന്റെ ശേഷം വന്നു പോണ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു, മൂത്തക്ക് നോക്കിയാലും മരിച്ചു എന്ന് തോന്നൂല, ചിരിച്ചിങ്ങനെ കിടക്കണതായിട്ടേ തോന്നുള്ളൂ എന്ന് നാട്ടുകാര് പറയുന്നുണ്ടെങ്കിൽ എന്റെ അടിമ എന്നെ കൊണ്ട് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് എന്ന് ഖുദുസിയൻ ഖാല റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറയാന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു മനുഷ്യൻ സൽസ്വഭാവിയാണ് എന്ന് തീരുമാനിക്കുന്നതിന്റെ അടയാളാണ്. സൽസ്വഭാവിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തത് യതീം കുട്ടിയാണ്. യതീം കുട്ടിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഖാമിസുഹൽ മരീദു കുൻ മുഹ്തമിമ. അഞ്ചാമത്തത് രോഗിയാണ്. നമ്മളെ ദണ്ണത്ത് കിടക്കണവനെ കാണാൻ വേണ്ടി ചെല്ലും, അല്ലാഹു തആല എന്റെ ദണ്ണം മാറ്റി തരട്ടെ, പ്രയാസമൊക്കെ നീട്ടി തരട്ടെ എന്നൊക്കെ ദോരന്ന് പോരും, വേണ്ട തന്നെയാണ്. പക്ഷെ ആ കിടക്കണ മനുഷ്യന് ദുആക്ക് ഇജാബത്തുണ്ട്. എനിക്ക് വേണ്ടി ഒന്ന് ദോർക്കൊണ്ടിട്ടോ എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും മറക്കുകയാണ്. ആ ദണ്ണത്ത് കിടക്കണ മനുഷ്യന് ദുആക്ക് ഇജാബത്തുണ്ട്. ഒരു പനിയാണ്, ജലദോഷാണ്, മൂക്കടപ്പാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ മുള്ളു തറക്കുന്നതിന് വരെ അവന് കൂലി നൽകപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഞ്ചാമത്തത് രോഗിയാണ്. ആറാമത്തേത് ഹാജിയാണ്. ഹാജിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഏഴാമത്തത് യോദ്ധാവാണ്. യോദ്ധാവിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്.
മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. 10ാമത്തത് അത്ഭുതമാണ്. 10ാമത്തത് വളരെ അത്ഭുതമാണ്. വൽമർഅതു സ്വാലിഹതു ലി സൗജിഹാ മുതിയതുൻ ഖില്ലി വദീത മമുഹാ. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് നബി. ഭർത്താവ് പറഞ്ഞു കേട്ടാൽ, ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് അതേമാതിരിയാണ് പോയിട്ട് ചെയ്തുങ്ങാണ്ട് ആണ് പോയിട്ട് ദോരം നോക്കി, ഇജാബത്ത് ഇരുന്ന അള്ളാഹ് പറഞ്ഞതാണ്. വൽമർഅതു സ്വാലിഹതു ലി സൗജിഹാ മുതിയതുൻ ഖില്ലി വദീത മമുഹാ.